നിങ്ങളോട് ഞാൻ 6 പോയിന്റ്സ് ആയിരിക്കും പറയേണ്ടത്. നിങ്ങൾ അതുപോലെ തന്നെ ആ 6 പോയിന്റ്സ് ഫോളോ ചെയ്യുക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ നമ്പർ 1 നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് അങ്ങനെയല്ല ഇസഡ് ഗ്രൂപ്പ് വേണ്ടത്. എനിക്ക് വേണ്ടത് ഇതൊരു മൂവ്മെന്റ് ആണ്. നമ്മൾ ഇത് ഒരുമിച്ച് കേരളത്തിൽ ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ബ്രോ, ഇതുപോലൊരു വീഡിയോ എനിക്ക് വേണ്ടി ആരെങ്കിലും എൻ്റെ യങ്ങർ സെൽഫിന് വേണ്ടി ഇതുപോലൊരു വീഡിയോ എടുത്തിരുന്നെങ്കിൽ. കാരണം ഞാൻ ഓർക്കുന്നുണ്ട് ബ്രോ, എൻ്റെ എഞ്ചിനീയറിംഗ് ടൈമിൽ എസ്പെഷ്യലി ഒരു 3 days ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന്, എൻ്റെ റൂമിൽ തന്നെ ഇരുന്ന് റിയലി ഡിപ്രസ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന പോലും ഒരു ഭാരമായി തോന്നിയ സമയമുണ്ട്. എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് അറിയാം, എൻ്റെ പോസ്റ്റർ ഭയങ്കരമായിട്ട് ഡിസ്ട്രോയ് ആയിരിക്കും, എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നിട്ടിരിക്കും. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്. റിയലി നിങ്ങളോട് പറയുന്നത്, ഞാൻ കരഞ്ഞിരുന്ന സമയങ്ങളായിരുന്നു അത്. എൻ്റെ ലൈഫ് ഇനി ചേഞ്ച് ആവുമോ, അതോ ഈ ലൈഫ് തന്നെയാണോ ഞാൻ കണ്ടിന്യൂ ചെയ്യണ്ടേ, എനിക്ക് ഒന്നും അറിയാതെ ബ്ലാങ്ക് ഔട്ട് ആയിട്ടിരുന്ന സമയം ബ്രോ. ഞാൻ അത്രമാത്രം ലോ ആയിട്ടിരുന്ന സമയത്ത് എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തി, എല്ലാ പ്രശ്നങ്ങളും കൂടെ ഒരുമിച്ച് എൻ്റെ നേരെ വന്നപ്പോഴും ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ ഞെട്ടിപ്പോയ സമയത്തും അത്രമാത്രം സാഡായിട്ട് ഞാൻ ഇരുന്നപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഒരു ഫയർ ഉണ്ടായിരുന്നു. ഞാൻ ഒരു നാൾ തിരിച്ചു വരും. അത്രമാത്രം സാഡായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ഡാർക്ക് ഏജിൽ ഞാൻ ഇരുന്നപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എത്രമാത്രം ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും, എത്രമാത്രം നിങ്ങൾ എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തി ഇട്ടിരിക്കുകയാണെങ്കിലും, എത്രമാത്രം നിങ്ങൾക്ക് ആരും ഒരു വില തരുന്നില്ല, ഒരു കാര്യം നിങ്ങളെ ആരും ഏൽപ്പിക്കുന്നില്ല, നിങ്ങളെ ഒഴിവാക്കി നിർത്തുന്നു, നിങ്ങൾ എല്ലായിടത്തു നിന്നും നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്നു, ഏതൊരു സിറ്റുവേഷനിലാണ് ബ്രോ നിങ്ങളെങ്കിലും, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഈ പുതിയ ഓപ്പർച്യൂണിറ്റി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആകും. നമ്മൾ ഒരിക്കലും 99% ഓഫ് ആൾക്കാരുടെ കൂട്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, അല്ലേ? നമുക്കറിയാം, നമുക്കൊരു എയിം ഉണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 6 പോയിന്റ്സ് ഞാൻ നിങ്ങളോട് പറയും. അത് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഈ നിമിഷം മുതൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ട 6 പോയിന്റ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം ബ്രോ, ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നിങ്ങൾക്കറിയാം ബ്രോ, ഇതൊരു ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ മാത്രമാണ്. ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നു, എന്റെ മുഖം മറച്ചിട്ട് ഞാൻ ഒളിച്ചിരുന്നിട്ട് ജസ്റ്റ് ഇമേജ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ സൗണ്ട് മെഡിറ്റേഷൻ ചെയ്യണോ, സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണ്, ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കും. അല്ല, കുറെ മാതിരി ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയുള്ള വീഡിയോസ്. ഞാൻ അങ്ങനെയല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെയല്ല ഇസഡ് ഗ്രൂപ്പ് വേണ്ടത്. എനിക്ക് വേണ്ടത് ഇതൊരു മൂവ്മെന്റ് ആണ്. നമ്മൾ ഇത് ഒരുമിച്ച് കേരളത്തിൽ ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ്. അതിന്റെ പാർട്ടാണ് നിങ്ങൾ ആവാൻ പോകുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം വേണ്ടത്. അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നതിന്റെ കൂട്ട് ജസ്റ്റ് ഇമേജ് ഇങ്ങനെ ഇട്ടിട്ട് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെ AI-യുടെ ഒരു മെഡിറ്റേഷന്റെ ഇമേജ്, അല്ലെങ്കിൽ പൂക്കൾ എന്ന് പറയുമ്പോൾ പൂവിന്റെ ഇങ്ങനെ ഇമേജ് ഒക്കെ ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ സൗണ്ട് കൊടുത്തോണ്ടിരുന്നാൽ മതി, നീ ഭയങ്കര മോട്ടിവേറ്റഡ്. അല്ല, ഞാൻ ഇവിടെ ഇറങ്ങി റിയൽ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയും, ഞാൻ ചിലയിടത്ത് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യരുത്. ഞാൻ ഇന്ന് ജിമ്മിൽ പോയില്ല, അത് നിങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ റിയൽ ആയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഇതൊരു മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റിന്റെ പാർട്ടാണ് നിങ്ങൾ. ഡു യു അണ്ടർസ്റ്റാൻഡ്? സോ എത്ര ഡിപ്രസ്ഡ് ആണെങ്കിലും, നിങ്ങൾ എത്ര സാഡാണെങ്കിലും, ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷനിലാണ് ബ്രോ നിങ്ങൾ നിൽക്കുന്നെങ്കിലും, നിങ്ങൾ മനസ്സിലാക്കുക, ഈ സമയവും കടന്നു പോകും. നിങ്ങൾ ഇനി എനിക്ക് വേണ്ടി ഒരു കാര്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് ബ്രോ. 2 ആൾക്കാരുണ്ട്, ഒരു റാറ്റായിട്ടുള്ള ഒരാളും ഉണ്ട്, ഒരു ഈഗിളായിട്ടുള്ള ഒരാളും ഉണ്ട്. നമ്മളെല്ലാവരും അവരെ രണ്ടുപേരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവർ പെയിന്റ് പണിക്കാണ് പോകുന്നത്. എല്ലാ ദിവസവും അവർ രാവിലെ എണീക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്, അവർക്ക് പിള്ളേരുണ്ട്, അവർക്ക് പൈസ കൊടുക്കണം, അവർക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്, മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ഫാമിലി മാൻ ആയിട്ടുള്ള 2 ആൾക്കാരാണ്, റാറ്റായിട്ടുള്ള ഒരാളും ഈഗിളായിട്ടുള്ള ഒരാളും. അവരെല്ലാ ദിവസവും ഇങ്ങനെ പെയിന്റ് പണിക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം പെട്ടെന്ന് അവർ പെയിന്റ് പണിയുന്നു, അവർ രണ്ടുപേരെ ഒരുമിച്ച് പിരിച്ചുവിടുന്നു. വേറെ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടുള്ള വലിയ ഓർഗനൈസേഷൻ ആയിരുന്നു. അപ്പൊ അവർക്ക് ഇനി വേറെ എങ്ങും പെയിന്റ് പണിക്ക് പോകാൻ പറ്റത്തില്ല. അവരെല്ലായിടത്തുനിന്നും അവരെ ഒഴിവാക്കി, എല്ലാവരും അവരെ കുറ്റപ്പെടുത്തി. അവർക്ക് വീട്ടുകാർക്ക് കറക്റ്റായിട്ട് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല, പിള്ളേരെ ഇപ്പം വിടാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഡായിട്ടുള്ള ഡിപ്രസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ രണ്ടുപേരും ഇരിക്കുക. അപ്പൊ അവർ രണ്ടുപേരും എന്തുമായിരിക്കും ചെയ്യുന്നത്? അവർ രണ്ടുപേരും മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആണ്. അവർ ഒരേ ജോലിയാണ് ചെയ്യുന്നത്, എല്ലാം ശരി. നമ്മൾ അവരെ വാച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും ചെയ്യുന്ന ഒരു മൂവ് എന്ന് പറഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അവർ അടുത്ത ജോലി, അടുത്തുള്ള പെയിന്റ് പണി എല്ലായിടത്തും പോയി നോക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ പെയിന്റ് പണിക്ക് കുറെ ആൾക്കാരുണ്ട്, വേറെ എങ്ങും ആൾക്കാർ വേണ്ട, അവരെ ഓർഗനൈസേഷൻ എന്ന് ബാൻ ചെയ്തേക്കും. അപ്പം അവർ രണ്ടുപേരും ഇങ്ങനെ വേറെ സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും അടുത്ത ദിവസങ്ങളിൽ പെയിന്റ് പണി വേറെ എവിടെ കിട്ടും ഇങ്ങനെ നോക്കാൻ പോകും. ഓക്കെ, അങ്ങനെ നോക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന്
ഈഗിളിന് വേറൊരിടത്ത് ജോലി ശരിയാവുന്നു, വേറൊരു ടൈപ്പിലെ ജോലി ശരിയാവുന്നു. എങ്ങനെ അത് ശരിയായി? എങ്ങനെ ശരിയായെന്ന് വെച്ചാൽ, അവൻ ആ ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന സമയത്തും, അവൻ അവന്റെ വീട്ടിലെ പൈസ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റാതിരുന്ന സമയത്തും, അവന് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യാതിരുന്ന സമയത്തും ഇവര് രണ്ടും ചെയ്ത സ്റ്റെപ്പിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. റാറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് എവിടെങ്കിലും പോയി ഇങ്ങനെ ജോലി നോക്കുന്നു, അലയുന്നു, എന്നിട്ട് വന്നിട്ട് കുടിക്കുന്നു, അയ്യോ എന്റെ ജോലി പോയ, എനിക്ക് ഇനി പൈസ ഒന്നുമില്ല, ഞാൻ ഇനി എന്താ ചെയ്യുക, എവിടെന്നെങ്കിലുമൊക്കെ കടം മേടിക്കുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള അവന്റെ മൈൻഡ് സെറ്റിന് പറ്റിയ, അവനെ സൊസൈറ്റി മൊത്തവും പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന, അവനെ ഇത്രയും നാളും പ്രോഗ്രാംഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മൈൻഡ് സെറ്റിന് പറ്റിയ കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈഗിൾ, അവനറിയാം, ഓക്കെ, ഇങ്ങനൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായി, ഇത്രമാത്രം സാഡായിട്ടുള്ളൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായി, ഞാൻ ഇത്രമാത്രം വിഷമിച്ചിരിക്കുകയാണ്, ഇനി എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് മൂവ്? ബാറിൽ പോയി കുടിക്കുന്നതാണോ ബെസ്റ്റ് മൂവ്? അല്ല. അല്ല, വേറെ അടുത്ത ജോലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണോ ബെസ്റ്റ് മൂവ്? അവരെ എല്ലായിടത്തുനിന്നും ബാൻ ചെയ്ത സമയത്ത്? അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈഗിൾ ചെയ്തൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, അവൻ എല്ലായിടത്തും പോയി ജോലി അന്വേഷിച്ചിട്ട് വന്നു കഴിഞ്ഞാലും അവൻ പുതിയതായിട്ടൊരു സ്കില്ല് പഠിക്കാൻ വേണ്ടി തുടങ്ങി, എങ്ങനെ വേറൊരു മേഖലയിലേക്ക് മാറാമെന്ന് തിങ്ക് ചെയ്തു. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു, ഇതിനകത്ത് ഏത് മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തിരഞ്ഞെടുക്കേണ്ടത്? ഇതൊരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഏത് മൈൻഡ് സെറ്റ് ആണ് നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഇതിനകത്ത് ഏത് മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന, നിങ്ങളെല്ലാവരും കളിയാക്കി, നിങ്ങളെ എല്ലാവരും ഡിപ്രസ്ഡ് ആക്കി, നിങ്ങളെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞ് മുദ്ര കുത്തി വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ സ്റ്റാമ്പ് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തുനിന്ന് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ, അതിനകത്തുനിന്ന് പുതിയൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ, നിങ്ങൾ ഇതിനകത്ത് ഏത് മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങൾ സ്വീകരിക്കേണ്ടത്? റാറ്റ് മൈൻഡ് സെറ്റ് ആണോ അതോ ഈഗിൾ മൈൻഡ് സെറ്റ് ആണോ? തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ, റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഐ വിൽ ടെൽ യു എക്സാക്ട്ലി വാട്ട് ടു ഡു എസ്കേപ്പ് ഫ്രം ദിസ് ഡിപ്രഷൻ. നിങ്ങളോട് ഞാൻ 6 പോയിന്റ്സ് ആയിരിക്കും പറയേണ്ടത്. നിങ്ങൾ അതുപോലെ തന്നെ ആ 6 പോയിന്റ്സ് ഫോളോ ചെയ്യുക. യുവർ ലൈഫ് വിൽ ചേഞ്ച് ബ്രോ. നിങ്ങൾ എത്രമാത്രം വിഷമിച്ചിരിക്കുകയാണെങ്കിലും, നിങ്ങൾ എത്രമാത്രം സാഡായിട്ടിരിക്കുകയാണെങ്കിലും, നിങ്ങൾ എത്രമാത്രം അടുത്തിനി എന്താണ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്നറിയാതെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിലും, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 6 സ്റ്റെപ്പ്, ഞാൻ ഈ പറയാൻ പോകുന്ന ഈ 6 സ്റ്റെപ്പ് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യുക. റൈറ്റ്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നമ്പർ 1 നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഡിപ്രസ്ഡ് ആണ്, നമ്മൾ സാഡാണ് എങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സ് ഭയങ്കര വേദനയിലായിരിക്കും, പെയിനിലായിരിക്കും. അതെനിക്കറിയാം, കാരണം ഞാൻ അതിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദിസ് ഈസ് പാർട്ട് ഓഫ് ദ ഗെയിം. അതാണ് ഈ ഡിപ്രഷൻ എന്നിപ്പോൾ നിങ്ങൾ പറയുന്ന സംഭവം, ഈ ഡിപ്രഷൻ എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന സംഭവം, ഈ ഡിപ്രഷൻ എന്ന് നമുക്ക് വിഷമിച്ച് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുമ്പോൾ പോലും അതൊരു ഭാരമായിട്ട് തോന്നുന്ന ആ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ ലൈഫിൽ ഇത്രമാത്രം ഹാർഡായിട്ടുള്ള പല പല വേരിയേഷനുള്ള പല പല മേഖലകളുള്ള ഈ ലൈഫിൽ ഇതൊരു ഗെയിം മാത്രമാണ്. അതിനകത്തൊരു പാർട്ട് മാത്രമാണ് ഡിപ്രഷൻ. ഇതെല്ലാവർക്കുമുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇല്ല ബ്രോ, ഇല്ല, എനിക്ക് അങ്ങനെ ഉള്ളതല്ല, എനിക്ക് എന്തോ അസുഖമുണ്ട്, എനിക്ക് വേറെ അസുഖമാണ്, എനിക്ക് നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഞാൻ നേരത്തെ ഭയങ്കരമാണ്, എനിക്ക് ഇപ്പം ഇങ്ങനെ നോ, അതല്ല റിയാലിറ്റി. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിട്ടൊരു റാഡ് മൈൻഡ് സെറ്റ് കൊണ്ടുപോവാം, അങ്ങനെ വേണേൽ ചെയ്യാം. കാരണം നിങ്ങൾ ആ മൈൻഡ് സെറ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, നിങ്ങൾ കൂടുതൽ പെയിനിലേക്ക് പോകത്തേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ലൈഫ് ഡിസ്ട്രോ ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ. നിങ്ങൾക്ക് ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, നിങ്ങൾ കൂടുതൽ വിഷമത്തിലേക്ക് പോകത്തേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരിക്കലും അങ്ങനെ തിങ്ക് ചെയ്യുന്നവരല്ല, നമ്മൾ ഒരിക്കലും റാറ്റ് മൈൻഡ് സെറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മൈൻഡിലേക്ക് ഇത് ഇൻസേർട്ട് തന്നെ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ഫുൾ റെസ്പോൺസിബിലിറ്റി ടേക്ക് ചെയ്ത്, ഓക്കെ, എനിക്കിപ്പോൾ ഡിപ്രഷൻ ഉണ്ട്, ഇത് ഈ ഗെയിമിൻ്റെ, ഈ ലൈഫ് എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് എന്ന് നിങ്ങൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെക്കുക. നിങ്ങളിപ്പോൾ ആരെങ്കിലും ചതിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലും, നിങ്ങളെ വീട്ടുകാർ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും, നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും, നിങ്ങൾ എത്ര വട്ടം ഒരു കാര്യം ട്രൈ ചെയ്തിട്ടും അത് കിട്ടുന്നില്ലെങ്കിലും, ഇങ്ങനെയുള്ള ഏതൊരു സിറ്റുവേഷനിലാണ് ബ്രോ നിങ്ങളെങ്കിലും, നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ, ഞാനിപ്പോൾ വിഷമിച്ചിരിക്കുന്നത്, എനിക്കൊരു സ്റ്റെപ്പ് ചെയ്യാൻ പറ്റാത്തത്, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എനിക്ക് എല്ലായിടത്തുനിന്നും പണി കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ലൈഫിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഇത്, ഒരു പാർട്ട് മാത്രമാണിത്.
അത് നിങ്ങൾ ആദ്യം റിയലൈസ് ചെയ്യുക. ഇത് നിങ്ങൾ ആദ്യം, ഇതിന് ബേസിക് ആയിട്ടുള്ള ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് സത്യത്തിൽ എന്നോട് ഇത് പറഞ്ഞപ്പോൾ, ഞാൻ ഇതിനെക്കുറിച്ച് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ, ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സത്യത്തിൽ ഇത് ബിലീവ് ചെയ്തില്ല. വർക്കൗട്ട്, ഡു വർക്കൗട്ട് ആൻഡ് ഡു ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള വർക്കൗട്ട്. ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന സമയത്ത്, ഞാൻ സങ്കടപ്പെട്ടിരുന്ന സമയത്ത്, ഞാനിത് കേട്ടപ്പോൾ, ഞാനിത് പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, പിന്നെ എന്ത് വർക്കൗട്ട് ചെയ്തിട്ട് എന്തോ സ്പെഷ്യലി ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നത്, ഞാൻ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നു, എൻ്റെ മൈൻഡിലല്ലേ ഡിപ്രഷൻ, അപ്പം വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് എന്തോ ഉണ്ടാവുന്നത്, ഞാൻ അങ്ങനെ സത്യത്തിൽ വിചാരിച്ചു. ബ്രോ, ഐ ആം ടെല്ലിങ് യു, നമുക്കറിയാം നമ്മൾ ഏത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്, നമുക്കറിയാം. നമ്മൾ മനഃപൂർവ്വം അത് എടുക്കാതിരിക്കുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട്, അത് ഹാർഡ് ആയതുകൊണ്ട്, അത് നമുക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട്, അത് ഇച്ചിരി പെയിൻ ആയിട്ടുള്ള കാര്യമാണ്, ഇച്ചിരി ഗട്ട് വേണം എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിപ്പോൾ ഏതൊരു ലോയിലാണ് ഇരിക്കുന്നതെങ്കിലും, നിങ്ങളിപ്പോൾ എത്രമാത്രം സാഡായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും, എനിക്കത് കേൾക്കുക വേണ്ട. എൻ്റെ ഒരു ന്യായീകരണമോ, എൻ്റെ ഗേൾഫ്രണ്ട് എന്നെ ഇട്ടിട്ട് പോയി, ബ്രോ എനിക്ക് ഇതില്ല, എനിക്ക് അതില്ല, എനിക്ക് പൈസ ഇല്ല, ഇങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. നിങ്ങൾക്ക് ഈ ലൈഫിൽ നിന്നും മാറണമെന്നുണ്ടെങ്കിൽ, ഈ റാറ്റ് എനർജിയിൽ നിന്നും ഒരു ഈഗിൾ എനർജി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഇത്രയും നാളും കളിയാക്കിയവർ എല്ലാം, അവർ പറഞ്ഞ കാര്യമെല്ലാം ശരിയാണോ നിങ്ങളാക്കി കൊടുക്കാൻ പോകുന്നത്? കാരണം അവർ പറഞ്ഞ കാര്യം, നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ കാര്യം, നിന്നെക്കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കാര്യം, ഈ കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കാനാണോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ റാഡ് മൈൻഡ് സെറ്റിലായിരിക്കും. അല്ല, നിങ്ങൾക്ക് മാറണം, നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. ഈ ലൈഫിൻ്റെ ഈ ഡിപ്രഷൻ എന്നൊരു പാർട്ടിയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. ഞാൻ ചുമ്മാ പറഞ്ഞാലേ ഇപ്പോൾ പറഞ്ഞ കാര്യം, ഡിപ്രഷൻ എന്നൊരു പാർട്ടിൽ നിന്നും നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു വർക്കൗട്ട്. എനിക്കിതിനകത്ത് ഒരു കാര്യം കേൾക്കണം, ബ്രോ എനിക്ക് ഭയങ്കര വണ്ണമായിട്ടുള്ള ഒരാളാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നോ, ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. യു നീഡ് ടു ഡു വർക്കൗട്ട്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത്, ആ ദിവസം തൊട്ട് തന്നെ, അല്ലെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന 6 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ഹാബിറ്റ് ട്രാക്കറിനകത്ത് ടിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. യു നീഡ് ടു ഡു വർക്കൗട്ട്. ബ്രോ, വർക്കൗട്ടിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ബ്രോ, ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് എനിക്ക് രാവിലെ എണീച്ച് വർക്കൗട്ട് ചെയ്യാൻ പോകാൻ ഭയങ്കര മടിയായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ കൊണ്ടുപോയി ഞാൻ ജിമ്മിൽ കൊണ്ടിട്ടു. പിന്നെ അവിടുന്ന് പാട്ട് കേൾക്കുന്നുണ്ട്, പമ്പിങ് ആയിട്ടുള്ള പാട്ടുണ്ട്. അവിടെ ഞാൻ വർക്കൗട്ട് ചെയ്ത് തിരിച്ച് ഞാൻ ഇറങ്ങി വണ്ടി ഓടിച്ചുകൊണ്ട് വരിക. ആ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഹെൽമെറ്റ് വെക്കണ്ട, അപ്പം രാവിലെ അല്ല, അപ്പോൾ പോലീസൊന്നുമില്ല, അപ്പം ഞാൻ ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ വരുന്നുണ്ട്, വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്നു, തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്. ബ്രോ, ആ വർക്കൗട്ട് ചെയ്തപ്പോൾ ആ ദിവസം എന്ന് പറഞ്ഞാൽ ഫുൾ 10 പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഫുൾ 10 പ്രൊഡക്റ്റീവായിട്ട് ഞാൻ ചെയ്ത ഒരാളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് ഭയങ്കര വലിയ ബോഡി അങ്ങനെയുള്ള കാര്യം സിക്സ് പാക്ക് ഒന്നുമില്ല. ഓക്കെ, ഞാനത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാത്തതുകൊണ്ട് അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയാണ്, എനിക്കതറിയാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു ബ്രോ, നിങ്ങളുടെ ലൈഫ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു നെഗറ്റീവ് എനർജി, എസ്പെഷ്യലി ഈ ഒരു നെഗറ്റീവ് എനർജി ഇത്രയും ആൾക്കാർ നിങ്ങൾക്ക് പുട്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഇത്രയും നാൾ പോൺ കണ്ടിട്ടുള്ള, ഇത്രയും നാൾ നിങ്ങളുടെ ഗെയിം കളിച്ച് നിങ്ങൾ കളഞ്ഞിട്ടുള്ള, ഇത്രയും നാൾ നിങ്ങൾ ലൈവ് ഓരോരുത്തന്മാരെ കണ്ട് നിങ്ങൾ കളഞ്ഞിട്ടുള്ള, അതും ഇത്രയും നാൾ മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ടല്ലോ. ഒരിക്കലും ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ അല്ല. ഞാൻ ലോജിക്കലായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്കത് മോട്ടിവേഷനായിട്ട് തോന്നുന്ന മാത്രമാണ്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇമേജ് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. റൈറ്റ്, നിങ്ങൾ മനസ്സിലാക്കുക, ഈ ട്രാപ്പിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടണം. അതാണ് നമ്മുടെ എയിം. സോ യു നീഡ് ടു ഡു വർക്കൗട്ട്. അത് നിങ്ങൾ ചെറുതായിട്ട് ചെയ്താൽ മതി, നിങ്ങൾ ഒന്നും ചെയ്യണം. നിങ്ങൾക്ക് രാവിലെ എണീച്ച് വർക്കൗട്ട് ചെയ്യാൻ പാടുണ്ട്, പറ്റുന്നില്ല ബ്രോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ടേക്ക് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. രാവിലെ എണീക്കുന്നു, അലാറം വെക്കുന്നു, എണീക്കുന്നു. ഓക്കെ, 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. നിങ്ങളുടെ മൈൻഡിലേക്ക് അപ്പം വരേണ്ട ഈ കാര്യമാണ് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഓക്കെ, ഞാൻ കട്ടിലേന്ന് ഇറങ്ങുന്നു, 1 സ്റ്റെപ്പ്. ഓക്കെ, ഞാൻ എണ്ണിച്ച് നിൽക്കുന്നു, 2ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു കോഫി ഉണ്ടാക്കി കുടിക്കുന്നു. ഓക്കെ, 3ാമത്തെ സ്റ്റെപ്പ്. ടേക്ക് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഭയങ്കര മടിയുണ്ട്, ചെയ്യണമെന്നില്ല. ഓക്കെ, നിങ്ങൾ താഴെ നേരെ കിടക്കുന്നു, പുഷപ്പ് എടുക്കാനുള്ള പൊസിഷനിൽ ഇരിക്കുന്നു. റൈറ്റ്, ഓക്കെ, ഇനി പുഷപ്പ് എടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നുമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ചു, നിങ്ങൾ ഹെഡ്സെറ്റ് വെക്കുന്നു, ഒരു സോങ് ഇടുന്നു, അടിപൊളിയായിട്ടുള്ള നല്ല പമ്പായിട്ടുള്ളൊരു സോങ് ഇടുന്നു. ഓക്കെ, പമ്പായിട്ടുള്ള സോങ് ഇട്ടു, നിങ്ങൾ എണ്ണിച്ചു, എന്തായാലും 5 മണിക്ക് എണ്ണിച്ചു, ഇനി എന്തായാലും 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ എല്ലാം ഉണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ ഒരു പുഷപ്പ് എടുത്തേക്കല്ലേ. ടേക്ക് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം.
ഇത് ഞാൻ കുഞ്ഞു പിള്ളേരോട് പറയുന്നതിൻ്റെ കൂട്ടാണ് നിങ്ങളോട് പറയുന്നത്. ടേക്ക് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. ബ്രോ, ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒരിക്കലും കളയാൻ പറ്റത്തില്ല. ബിക്കോസ് ദിസ് ഇസ് ദ ഗെയിം ചേഞ്ചർ. ഡു ഇറ്റ്. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഡിപ്രസ്ഡ് ആണ്, നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനൊരു ബേസ് ലൈനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് വെച്ചോ. ഇങ്ങനൊരു ബേസ് ലൈനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, റൈറ്റ്? ഈ ഒരു ബേസ് ലൈനിൽ നിങ്ങളുടെ ഡോപ്പമിൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ഡോപ്പമിൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന ഡോപ്പമിൻ ഇപ്പം നിങ്ങൾ ഡിപ്രസ്ഡ് ആയപ്പം ഇങ്ങനെ ഈ ബേസ് ലൈനിൻ്റെ താഴെയാണ് നിങ്ങളുടെ ഡോപ്പമിൻ ഉള്ളത്, റൈറ്റ്? നമ്മളിത് ആദ്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, എനിക്കിങ്ങനെ ഡിപ്രഷൻ അങ്ങനെ ഒരു സംഭവം, ഒരു വിഷമമുണ്ട്, ഇത് ലൈഫിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്, എനിക്ക് ഇതിനകത്ത് നിന്ന് മൂവ് ആവണം. ഓക്കെ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡോപ്പമിൻ കിട്ടും. ഞാൻ പറഞ്ഞതിനോട് വർക്കൗട്ട് ചെയ്ത് ഹാർഡായിട്ടുള്ള ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോപ്പമിൻ കിട്ടും. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റ് എ ഗോൾ ആൻഡ് അച്ചീവ് ഇറ്റ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഇത് വലിയ കാര്യമൊന്നുമില്ലല്ലോ, സെറ്റ് എ ഗോൾ ആൻഡ് അച്ചീവ് ഇറ്റ്, ഇത് എല്ലാവരും പറയുന്ന കാര്യമല്ല. നോ. യു ഡോണ്ട് ഗെറ്റ് മീ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെറ്റ് എ ഗോൾ ഫോർ ടുഡേ ആൻഡ് അച്ചീവ് ഇറ്റ് ടുഡേ. വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. സെറ്റ് എ ഗോൾ ഫോർ ടുഡേ, എന്ന് വെച്ചാൽ നിങ്ങൾ നാളെ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു, നിങ്ങൾ നാളെയാണ് ഇത് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, ഞാൻ 15 പുഷ് പഠിച്ചിരിക്കും. സിമ്പിളാണ്. ഇപ്പം നിങ്ങൾ ചോദിച്ചു, അതെന്ത് ബ്രോ എളുപ്പമല്ല, അതെന്ന് വെച്ചിട്ട് ഏതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല ബ്രോ. ബിലീവ് ഇൻ മീ. ഞാൻ നിങ്ങളോട് പറയുന്നു, ബിലീവ് ഇൻ മീ. സെറ്റ് എ ഗോൾ ആൻഡ് അച്ചീവ് ഇറ്റ്. നിങ്ങളുടെ ഗോൾ എന്ന് വെച്ചാൽ, ഓക്കെ, ഞാൻ ഇന്നൊരു റീൽ എടുത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, അതിന് എനിക്കൊരു 100 വ്യൂ വേണം, കൂടുതലൊന്നും വേണ്ട, 100 വ്യൂ വേണം. എനിക്ക് എങ്ങനെ ആ വ്യൂ ഉണ്ടാക്കാൻ പറ്റും? അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഗെയിം കളിക്കത്തില്ല, ഞാൻ ഇന്ന് ഒരു ഗെയിമും കളിക്കത്തില്ല, ഞാൻ ഇന്ന് കറക്റ്റായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് എൻ്റെ ഡീപ്പ് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളല്ലേ അത്? അല്ലേ നിങ്ങളുടെ ഗോൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് എനിക്ക് നീറ്റിന് വേണ്ടി പഠിക്കണം, ഇത്രയും പോർഷൻ എനിക്ക് പഠിക്കണം, ഇന്ന് എനിക്ക് ഫിസിക്സ് ആണ് എടുക്കേണ്ടത്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇന്ന് എനിക്ക് 100 ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്തു നോക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ 50 ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്തു നോക്കണം. ഇന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഗോളല്ലേ അത്? അതിനുവേണ്ടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. സെറ്റ് എ ഗോൾ ആൻഡ് അച്ചീവ് ഇറ്റ്. പ്രത്യേകം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇങ്ങനെ താന്ന് കിടക്കുകയാണല്ലോ ഡോപ്പമിൻ. ഓക്കെ, നിങ്ങളത് ഡോപ്പമിൻ ഇങ്ങനെ കിടക്കുന്നു. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻ വരും. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾ അത് അച്ചീവിങ് കൂടെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഡോപ്പമിൻ മേളിലേക്ക് വരും, നിങ്ങൾക്ക് ഹാപ്പിനെസ് വരും, നിങ്ങളുടെ ലൈഫിൽ നടന്ന പഴയ കാര്യങ്ങൾ നിങ്ങൾ മറക്കാൻ തുടങ്ങും. ട്രൈ ഇറ്റ് ബ്രോ, ഐ ചലഞ്ച് യു, ട്രൈ ഇറ്റ്. ഇത് ജസ്റ്റ് വെറുതെ കണ്ടിരുന്നിട്ട് ഉള്ള റാഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളല്ല എന്ന് ഞാൻ 100% ബിലീവ് ചെയ്യുന്നു, എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ടേക്ക് ആക്ഷൻ ആൻഡ് ഡു ദിസ് തിങ്. സെറ്റ് എ ഗോൾ ഫോർ ടുഡേ ആൻഡ് അച്ചീവ് ഇറ്റ്. നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യണ്ടേ? എപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ കിടന്നാൽ മതിയോ? ബാക്കിയുള്ളവരെല്ലാം നിങ്ങളെ കളിയാക്കുന്ന ഒരാളായിട്ട് എപ്പോഴും ഇങ്ങനെ കിടന്നാൽ മതിയോ? ബ്രോ, എനിക്കിത് അതിൻ്റെ പെയിൻ നല്ലവണ്ണം അറിയാം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റാറ്റ് ആയിട്ടുള്ള ഫ്രണ്ടോ, നിങ്ങൾ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നവരെ കുറിച്ചോ, നിങ്ങൾ ഈ പടം വെച്ച് മോട്ടിവേഷൻ തരുന്ന അതൊന്നും നിങ്ങൾ തിങ്ക് ചെയ്യാനേ പോകണ്ട. യു നീഡ് ടു ഡു ഇറ്റ്. സെറ്റ് എ ഗോൾ ആൻഡ് അച്ചീവ് ഇറ്റ് ടുഡേ. ബ്രോ, ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കുറച്ച് ഡീപ്പ് എന്ന് വെച്ചാൽ ഹൈലി ഡീപ്പ്, ഹൈ ലെവൽ സാധനമാണിത്. ഡോണ്ട് distract you from depression. നിങ്ങളിപ്പോൾ വിളിക്കുന്നുണ്ടോ, ഇവൻ എന്തോ ഈ പറഞ്ഞു തരുന്നത്, ഡിപ്രഷനിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്തില്ലെന്നോ? സത്യത്തിൽ എല്ലാവരും പറഞ്ഞു തരുന്നത് ഡിപ്രഷൻ ആണെങ്കിൽ അതിനകത്ത് നിന്ന് ഡിസ്ട്രാക്ട് ആയിട്ടിരിക്കണം, മാറിയിരിക്കണം, അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നില്ലേ പറയാം. നോ ബ്രോ, അങ്ങനെ പറഞ്ഞു തരുന്നമാർക്ക് ഒരു തേങ്ങയും അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഡിപ്രസ്ഡ് ആണ്, നിങ്ങളിപ്പോൾ സാഡാണെങ്കിൽ ബ്രോ, നിങ്ങൾ അതിനകത്ത് നിന്ന് മാറി ചിന്തിക്കുക, നിങ്ങൾ അതിനകത്ത് നിന്ന് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യണം. അതിന് വേറെ കുറച്ച് നേരം 1 മണിക്കൂർ ഇരുന്ന് ഗെയിം കളിച്ചാൽ മതി, 1 മണിക്കൂർ ഇരുന്ന് ഇൻസ്റ്റാഗ്രാം കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരു മൂവി കണ്ടാൽ മതി. ഡിപ്രസ്ഡ് ആണെങ്കിൽ മാറും. ബ്രോ, പൊട്ടത്തരം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് വളരെ ഡീപ്പായിട്ടുള്ള സംഭവമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഡോപ്പമിൻ ഭയങ്കര താന്നാഴിയും കിടക്കുന്നത്. അപ്പം നമ്മൾ സബ് കോൺഷ്യസ്ലി ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ആലോചിക്കാതെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡോപ്പമിനെ പീക്ക് ചെയ്യാൻ നമ്മുടെ ബോഡി ശ്രമിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ഡിസ്ട്രാക്ഷൻ ആണ്, ഡീപ്പാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ സാഡാണ്, നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ബോഡി നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കും. ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ബോഡി നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുന്നത്? ഒന്ന്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഗെയിം കളിച്ചിട്ട് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ് കഴിച്ചിട്ട് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഷുഗറി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, ഈ കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ ഈ ഡിപ്രഷനിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഈ കാര്യങ്ങളിലൂടെയാണ് ഡിപ്രഷനിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ആവും. ദാറ്റ് ഈസ് എ റിയൽ ബിഗ് ബില്യൺ ക്വസ്റ്റ്യൻ. ഈ കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്ത് ഡിപ്രഷനിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നില്ല, നിങ്ങൾ ഒരു കാര്യവും ചെയ്യുന്നില്ല, നിങ്ങൾ ഡീപ്പ് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നില്ല, ഒരു കാര്യവും നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ഇതുപോലുള്ള പൊട്ടന്മാർ പറഞ്ഞിരുന്ന ക്രാപ്പ് സാധനം കണ്ടിട്ട് ആ കാര്യം അതിനകത്തുനിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നത്. ഗെയിം കളിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ആവും. ബ്രോ, ഡോണ്ട് ഡു ഇറ്റ്, ഡോണ്ട് ഡു ഇറ്റ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ട്, നിങ്ങൾക്ക് വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങൾ സാഡായിട്ടിരിക്കുകയാണ്, ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പന്നക്കാര്യങ്ങൾ, ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ ഡോപ്പമിൻ പീക്കാക്കാൻ വേണ്ടി ഇപ്പോൾ കൊള്ളാം, ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ട് എന്നാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ യുവർ ലൈഫ് വിൽ ഗെറ്റ് ഫക്ഡ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. യുവർ ലൈഫ് വിൽ ഗെറ്റ് ഫക്ഡ്. ബ്രോ, ഡോണ്ട് ഡു ഇറ്റ്, ഡോണ്ട് ഡു ഇറ്റ്. ഇത് ചെയ്യാനേ പാടില്ല ബ്രോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബ്രോ ഇത് ചെയ്യരുത്. ഇത് നമ്പർ വൺ മിസ്റ്റേക്ക് ആണ് എല്ലാവരും ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഒരു സാഡായിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്നതിന് നമുക്ക് പല വഴിയിൽ അതിനകത്ത് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഈ വഴി ചൂസ് ചെയ്യല്. 1 മണിക്കൂർ ഞാൻ ഡിസ്ട്രാക്ട് ചെയ്തിട്ട്, ഒരു 2 മണിക്കൂർ ഞാൻ ഡിസ്ട്രാക്ട് ചെയ്തിട്ട്. ബ്രോ, അങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് ഒരു ഇത് കിട്ടും. പക്ഷേ അത് കഴിയുമ്പോൾ നിങ്ങൾ ഡീപ്പ് ലെവലിലായിരിക്കും, പിന്നെ നിങ്ങളുടെ ഡോപ്പമിൻ താഴോട്ട് പോകും. 5ാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ലോങ് ടൈം അഡ്വൈസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ വിഷമഘട്ടത്തിലാണ്, നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ അത്രമാത്രം നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ടോക്ക് ടു എ സ്ട്രോങ് മൈൻഡഡ് പേഴ്സൺ. ഇത് നിങ്ങളെ ഇൻസ്റ്റന്റ്ലി ഇമ്പ്രൂവ് ചെയ്യും. ഒരിക്കലും ഈ ഒരു അഡ്വൈസ് എടുത്തിട്ട് നിങ്ങൾ പോയി നിങ്ങളുടെ 24 മണിക്കൂറും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സ്കിന്നിനൊക്കെ ഒരു പോസ്റ്ററും ഇല്ലാത്ത എപ്പോഴും ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന സണ്ണി ലിയോൺ അവൾമാരെ, സണ്ണി ലിയോണൊക്കെ ഔട്ട്ഡേറ്റഡ് ആയാലും ഇപ്പം ആരോളെ ഏഞ്ചൽ ഡേഞ്ചറോ അവൾ ഏഞ്ചൽ എന്തൊരു ഡേഞ്ചർ ഉണ്ട് കേട്ടോ. അവളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവന്മാരെ പോയിട്ടാണ് നിങ്ങൾ അഡ്വൈസ് ചോദിക്കരുത്. ഡോണ്ട് ഡു ഇറ്റ് ബ്രോ. ടോക്ക് ടു എ സ്ട്രോങ് മൈൻഡഡ് പേഴ്സൺ. നിങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ തന്നെ അങ്ങനെ ഒരാൾ കാണും, അല്ലെങ്കിൽ മെസ്സേജ് മീ ഓൺ ഇൻസ്റ്റാഗ്രാം ഓർ ടെലിഗ്രാം. ഓക്കെ, ടോക്ക് ടു മീ ഓർ ടോക്ക് ടു എ സ്ട്രോങ് മൈൻഡഡ്. ഞാൻ തന്നെ വേണമെന്നൊന്നും പറഞ്ഞു, ഞാൻ വലിയ ആളൊന്നുമല്ല. ഓക്കെ, ടോക്ക് ടു എ സ്ട്രോങ് മൈൻഡഡ് പേഴ്സൺ. ഇറ്റ് വിൽ ഹെൽപ്പ്, ഇറ്റ് വിൽ ഇംപ്രൂവ് ഇൻസ്റ്റന്റ്ലി. ഒരിക്കലും ഈ ഒരു അഡ്വൈസ് എടുത്തിട്ട് ഒരിക്കലും പൊട്ടന്മാരോട് പോയി സംസാരിക്കരുത്. അവന്മാരോട് സംസാരിച്ച് നിങ്ങൾ പറയും, ഓ ബ്രോ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടോ? അയ്യോ, എന്നാലും ശരത്തെ നിനക്ക് അങ്ങനെ പറ്റിയല്ലോ. ശരത്തെ നിന്റെ ലൈഫ് എന്നാൽ ഇങ്ങനെ ആയിപ്പോ. എന്ത് നല്ല ചെറുക്കനായിരുന്നു ശരത്തെ നീ, എന്നാലും നിനക്ക് അങ്ങനെ പറ്റിപ്പോയി. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞു അതിനൊന്നും പോകണ്ട, നീ ആ കട തുടങ്ങണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? എന്നാ നിങ്ങൾക്ക് കേൾക്കണ്ടേ? കമോൺ ബ്രോ, കമോൺ. ഡോണ്ട് ഡു ദിസ് stupid mistake and talk to a strong minded person. ആ സ്ട്രോങ് മൈൻഡഡ് പേഴ്സൺ നിങ്ങൾക്കില്ലെങ്കിൽ നോ പ്രോബ്ലം. ഒരുത്തൻ്റെ അഡ്വൈസ് നിങ്ങൾ എടുക്കാൻ പോകണ്ട, ഒരു കൂട്ടുകാരനോട് നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ട. ബട്ട് ഇഫ് ഹി ഈസ് എ സ്ട്രോങ് മൈൻഡഡ് പേഴ്സൺ, ഹി ക്യാൻ ഹെൽപ്പ് യു. ഇത് നമ്പർ 5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, ഈവൻ ഇത് നിങ്ങൾ ചെയ്താലും ചെയ്തില്ലേലും, ഈവൻ നിങ്ങൾക്ക് അങ്ങനെ സ്ട്രോങ് മൈൻഡഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, നിങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാൻ അവർ നിങ്ങളെ സമ്മതിക്കുമോ? ഇല്ല. അപ്പം നിങ്ങൾ റിയലി തിങ്ക് ചെയ്യേണ്ടത്, ഈ ഒരു പോയിന്റിൽ നിങ്ങൾ റിയലി തിങ്ക് ചെയ്ത് നോക്കേണ്ടത്, നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയുള്ള ആൾക്കാരാണ്? അവർ റിയലി നിങ്ങളെ ലവ് ചെയ്യുന്നുണ്ടോ? അവർ റിയലി നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കാണുന്ന ടൈപ്പ് ഓഫ് കണ്ടന്റ്, എന്ത് ടൈപ്പ് കണ്ടന്റ് ആണ് കാണുന്നത്?
ഇമോഷണൽ ആയിട്ടുള്ള ഹൈപ്പർ എനർജി ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് നിങ്ങൾ കാണുന്നത്. ന്യൂസ് 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് നിങ്ങൾ കാണുന്നത്. എന്നിട്ട് നിങ്ങൾ ഡിപ്രസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് സാഡ് ആവുന്നു. ഇതാണ് നിങ്ങൾ കാണുന്നത്. കമോൺ ബ്രോ. സോ ഇതിനുള്ള സൊല്യൂഷൻ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാമുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. 6ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സെൽഫ് ഇംപ്രൂവ്മെന്റ് ബിഗ് പില്ലർ എന്ന് പറയുന്ന കാര്യം, മെഡിറ്റേഷൻ. ഡു ഇറ്റ് ബ്രോ, ഡു ഇറ്റ് ഫോർ മീ. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം കാണത്തില്ലായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കാണത്തില്ല. ഓക്കെ, ഡു ഇറ്റ് ഫോർ മീ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതിൻ്റെ തൊട്ട് ഇങ്ങനൊരു വീഡിയോ ആരെങ്കിലും എനിക്ക് വേണ്ടി ആ സമയത്ത് ചെയ്തു തന്നായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു യങ്ങർ സെൽഫിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബ്രോ, ഞാൻ നിന്നോട് പറയുന്നു അബി, നീ ഇപ്പോൾ സാഡായിട്ടിരിക്കുകയാണ്, നീ ഇപ്പോൾ വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഡു മെഡിറ്റേഷൻ. വേറെ ഒന്നുമില്ല. 3 മിനിറ്റ് എടുക്കുക. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ 3 മിനിറ്റ് എടുക്കുക. 2ാമത്തെ കാര്യം, നിങ്ങൾ ഇൻഹേൽ എക്സേൽ ഡീപ്പായിട്ട് ചെയ്യണം. ഇൻഹേൽ എക്സേൽ ഡീപ്പായിട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ടൈമർ 3 മിനിറ്റ് വെച്ചു, ഇൻഹേൽ എക്സേൽ ഡീപ്പായിട്ട് ചെയ്തു. 3ാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് 3ാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ഇൻഹേൽ എക്സേലിലായിരിക്കണം. ഈ ഒരു സമയത്ത് എല്ലാവർക്കും പല പല തോട്ട് വരും. ഈ സമയത്ത് നിങ്ങളുടെ ലവറിന്റെ ടോക്ക് വരും, ഈ സമയത്ത് നിങ്ങൾക്ക് KGF ടോക്ക് വരും, ഈ സമയത്ത് നിങ്ങൾക്ക് മാർക്കോയുടെ ടോക്ക് വരും, ഈ സമയത്ത് നിങ്ങൾക്ക് ഫുഡ് ഏതാ കഴിക്കുന്നതിന് ടോക്ക് വരും, ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ മുഖം ഓർമ്മ വരും. സോ എന്ത് നിങ്ങൾക്ക് ഓർമ്മ വന്നാലും പെട്ടെന്ന് നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുപോകുക. അത് 3 മിനിറ്റ് എങ്കിലും മിനിമം, ഞാൻ കുഞ്ഞു കൊച്ചിനോടാണ് പറയുന്നതെങ്കിൽ 3 മിനിറ്റ് എങ്കിലും മിനിമം നിങ്ങൾ ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിൻ്റെ അടിയിൽ പോയിട്ട് കമന്റ് ചെയ്തു, ഓ ബ്രോ ഞാൻ 2 ആഴ്ചയായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ 1 ദിവസമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും പറ്റിയില്ല. ഇവൻ പറയുന്നതൊക്കെ കളത്തറ. ഞാൻ 1 വീക്കായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, എനിക്ക് മാറ്റമൊന്നും തോന്നിയില്ല. കമോൺ ബ്രോ. ലോങ് ടൈം നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. യു നീഡ് ടു ഡു മെഡിറ്റേഷൻ. ഇതിനകത്ത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റിൽ ഒരു പോയിന്റ് പോലും നിങ്ങൾ ചെയ്തില്ലെന്ന് വെച്ചോ, ഒരു പോയിന്റ് പോലും ചെയ്തില്ല. ബട്ട് ഈ പോയിന്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ബ്രോ മെഡിറ്റേഷൻ. ഡു ഇറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഹാബിറ്റ് ട്രാക്കറിൽ ടിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഓക്കെ, എനിക്ക് മനസ്സിലായി. ബട്ട് ഡു ഇറ്റ് ബ്രോ. യു നീഡ് ടു ഡു ഇറ്റ് ബ്രോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സിറ്റുവേഷൻ നമ്മളുടെ ലൈഫിൽ കടന്നു പോകുന്നത് പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ഞാൻ ആ കാരണങ്ങൾ നിങ്ങളോട് മനഃപൂർവ്വമാണ് പറയാതിരുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ആ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഹോണ്ട് ആവത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങളത് റിയലൈസ് ചെയ്തു. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൂവ് എന്താണ്? നിങ്ങൾ കൂടുതൽ വിഷമിച്ചിരിക്കുക എന്നതാണോ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മൂവ്? ഓക്കെ, നിങ്ങളുടെ ആ പൈസ അത്രയും നഷ്ടപ്പെട്ടു. ഓക്കെ, അതാണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ അതിനെക്കുറിച്ച് പിന്നെയും നിങ്ങളെ വിഷമിച്ച് ഹോണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മൂവ്? അല്ല. നമുക്കിതിനകത്തുനിന്ന് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ലൈഫ് എന്ന് പറഞ്ഞ ഈ ഏറ്റവും വലിയ ബ്രാഞ്ച് ആയിട്ടുള്ള സംഭവത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ നിങ്ങളെ ബിലീവ് ചെയ്യുന്നുണ്ട്, നമുക്കിത് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളോട് ബിലീവ് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പോയി 1/2 മണിക്കൂർ ഗെയിം കളിക്കുക, നിങ്ങൾ പോയി പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക, നിങ്ങൾ പോയി ഷുഗറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നിങ്ങൾ പോയി ലൈവ് വല്ലവന്മാരുടെ ഇരുന്ന് കാണും, നിങ്ങൾ പോയി മോട്ടിവേഷൻ കുറെ കേൾക്ക് എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നോ, ഞാൻ പറയുന്നത് നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ ബിലീവ് ഇൻ യു. നമുക്കിത് ഒരുമിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ. അതിൻ്റെ പവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ ബിലീവ് ഇൻ യു. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ മാത്രമല്ല ബ്രോ അതിന് കുറ്റക്കാരനല്ല. എനിക്കറിയാം അത്. നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കുറ്റക്കാരൻ നിങ്ങളല്ല. പക്ഷേ നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരാണ്. നമുക്ക് ആ ഗട്ട് ഫീലിംഗ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് അറിയുന്നവരാണ്. നമുക്കറിയാം ഏറ്റവും ബിഗ്ഗസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഇൻ യുവർ ലൈഫ്, അല്ലേ? സോ ദിസ് ഈസ് ദ ടൈം ടു ചേഞ്ച്. യു വിൽ നെവർ വാക്ക് അലോൺ ബിക്കോസ് വി ആർ ദ സെഡ് group. This is not the end. This is the beginning. Love you, brother. Ma.